ഇടുക്കിയിലും കേട്ടോ ഒരു കാട്ടാന. പക്ഷേ ഇടുക്കിയിലെ ബിയൽറാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടി വീട്ടമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രഭാത നടത്തത്തിനിറങ്ങിയ ബിയൽറാം സ്വദേശി, രാവിലെ അല്ലാതെ പിന്നെ വൈകുന്നേരം പ്രഭാത നടത്തത്തിനിറങ്ങൂ, രാവിലെ നടത്തത്തിനിറങ്ങിയ ബിയൽറാം സ്വദേശി പാൽത്തായ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ചക്കക്കൊമ്പനാണ് സ്ഥലത്തുണ്ടായിരുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ചക്കക്കൊമ്പനാണോ ഈ വീട്ടമ്മയെ ഓടിച്ചത്? പരിക്ക് സാരമുള്ളതാണോ നിസ്സാരമാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കാര്യമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും തേനി മെഡിക്കൽ കോളേജിലേക്കാണ് വളരെ എളുപ്പത്തിൽ അവരെ എത്തിക്കാൻ സാധിക്കുക എന്നതുകൊണ്ടാണ് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചക്കക്കൊമ്പൻ ഈ മേഖലയിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏതാണ്ട് ഒരു മാസത്തോളമായി ചക്കക്കൊമ്പൻ ഈ ബിയൽറാം ഭാഗത്താണ് ഭക്ഷണവും തീറ്റയും ഉറക്കവും എല്ലാം. ഈ ഈട്ടിത്തേരി എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് ഒരു കിണറുണ്ട്, അതിന്റെ സമീപത്താണ് പുള്ളിയുടെ ഉറക്കമൊക്കെ. അങ്ങനെ ഈ ഒരു മേഖലയിൽ നിന്ന് മാറാതെ ചക്കക്കൊമ്പൻ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇന്ന് പുലർച്ചയോടുകൂടി ഇറങ്ങുമ്പോഴാണ് സാരമുള്ളതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ കൗതുകമുള്ള രണ്ട് പേരുകളുണ്ട്. ഒന്ന് ബിയൽറാം, മറ്റൊന്ന് പാൽത്ത. ഈ ബിയൽറാം എന്ന് പറയുന്ന സ്ഥലപ്പേരാണോ സന്ദീപ് രാജാക്കാട്? ബിയൽറാം എന്ന് പറയുന്ന ഒരാള് അവിടെ താമസിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് പിന്നീട് ആ സ്ഥലം അറിയപ്പെട്ടിരിക്കുന്നത്. ഹൈറേഞ്ചിന്റെ എല്ലാ മേഖലകളിലെയും പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. NR സിറ്റി, NR രാഘവൻ എന്ന് പറയുന്ന ആള് താമസിച്ചിരുന്നോളം NR സിറ്റി, അതുപോലെ ET സിറ്റി എന്ന് പറയുന്നത് ET ഒരെണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ സ്ഥലപ്പേരുകൾ അങ്ങനെ തന്നെ രൂപപ്പെട്ടതാണ്. കുറെ കഴിയുമ്പോൾ രാജാക്കാടിന് പ്രത്യേകിച്ച് ഒരു പേര് വരും, സന്ദീപൻ എന്നൊരു പേര് വരും, ബിയൽറാം എന്നൊക്കെ പറയുന്ന പോലെ. രാജാക്കാടിന്റെ രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ ഉള്ള ആളാണ്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, സേനാധിപൻ താമസിച്ചിരുന്നവിടം സേനാപതി, രാജകുമാരിയെ പാർപ്പിച്ചിരുന്നോളം രാജകുമാരി, ഖജനാവ് ഉണ്ടായിരുന്നോളം ഖജനാപ്പാറ, അങ്ങനെയാണ് ഈ മേഖലയൊക്കെ അറിയപ്പെടുന്നത്. രാജകുമാരി, രാജാക്കാട്, സേനാപതി. ശരി, എന്തായാലും ആ വീട്ടമ്മയുടെ പേരും കൗതുകമുള്ള പേരാണ്. പാൽത്ത എന്നാണ് ആ വീട്ടമ്മയുടെ പേര്. അപ്പോൾ പാൽത്തയ്ക്ക് വലിയ പരിക്കില്ല. ചക്കക്കൊമ്പനെ കണ്ട് ഭയന്നാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൊത്തം ആനയുടെ വാർത്ത. വയനാട്ടിൽ നിന്നൊരു ആന വാർത്ത, ഏറ്റുമാനൂരിൽ നിന്ന് കുട്ടിയാനെ കിണറ്റിൽ വീണ വാർത്ത, ബിയൽറാം ഇടുക്കിയിൽ ഒരു വീട്ടമ്മ പാൽത്ത ചക്കക്കൊമ്പനെ കണ്ട് ഓടി പരിക്കേറ്റ വാർത്ത. അങ്ങനെ ഒട്ടേറെ വാർത്തകൾ വരുന്നുണ്ട്. ആന വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിനിടയിൽ വലിയ ചേനക്കാര്യവും നമ്മൾ പറഞ്ഞു ഇല്ലേ? പക്ഷേ അതിനേക്കാൾ വലിയ ആനക്കാര്യം ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 2:30 എക്സാലോജിക്കിൻ്റെ വിധി വരും കേട്ടോ.